ഒഡീഷയിൽ മകൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമെന്ന് ഫാദർ ലിജോ നിരപ്പേലിന്റെ പിതാവ് എ.വി. ജോർജ്. BJP പ്രവർത്തകരാണെന്നാണ് ആക്രമണം നടത്തിയവർ പറഞ്ഞത്. 80ഓളം പേർ ചേർന്നാണ് മകനെ മർദ്ദിച്ചതെന്നും എ.വി. ജോർജ് പറയുന്നു. ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആക്രമണത്തിനിരയായ ഫാദർ ജോജോയുടെ സഹോദരനും മീഡിയ വണ്ണോട് പറഞ്ഞു. ഉത്തരേന്ത്യയിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളിൽ കടുത്ത ആശങ്കയിലാണ് ബന്ധുക്കൾ. ഒഡീഷയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സംഭവത്തിൽ കേസെടുക്കണമെന്നും ആക്രമണത്തിനിരയായ തൃശൂർ സ്വദേശി ഫാദർ ജോജോ വൈദിക്കാരന്റെ സഹോദരൻ വ്യക്തമാക്കി. ഇവരെ കാറിലേക്ക് കൈയൊക്കെ ഇട്ട് പിടിച്ചു വലിക്കുകയൊക്കെ ഉണ്ടായി, അവർ മൊബൈലൊക്കെ തട്ടിപ്പറിക്കുകയൊക്കെ ഉണ്ടായി. നല്ലൊരു കാര്യത്തിന് പോയിട്ട് അവരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാല് ശരിയല്ലല്ലോ. എന്തായാലും ഇങ്ങനത്തെ ഇതൊക്കെ കാണിക്കുന്ന തെറ്റുകൾക്കൊക്കെ ചോദ്യം ചെയ്യാനും വേണ്ടേ? അപ്പൊ അതിന് അധികാരികൾ ചോദ്യം ചെയ്യണം. അത് തൃശൂരിലെ വീട്ടിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റും നേതാക്കളും എത്തി പിന്തുണ അറിയിച്ചു. ബുധനാഴ്ച ക്രൈസ്തവ കുടുംബത്തിലെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ മതപരിവർത്തനം പാടില്ലെന്ന് പറഞ്ഞ് 80ഓളം പേർ ചേർന്ന് ഭീഷണിപ്പെടുത്തി. ബൈക്കും ഫോണും അക്രമികൾ നശിപ്പിച്ചുവെന്നും ഫാദർ ലിജോ നിരപ്പേലിന്റെ പിതാവ് കെ.വി. ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും അച്ഛന് കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർക്ക് പ്രശ്നമുണ്ടായി, പരിക്ക് പറ്റി, അവരെ അടിച്ചു, അവരുടെ വണ്ടി തകർത്തു. പിന്നെ അവരെ ഹോസ്പിറ്റലിലാണ്, 2 പേര് ഹോസ്പിറ്റലിലാണ്. മന്ത്രി VN വാസവൻ, മോൻസ് ജോസഫ് MLA, കേരള കോൺഗ്രസ് നേതാക്കൾ എന്നിവർ കുറവിലങ്ങാട്ടെ വീട് സന്ദർശിച്ചു. ഇന്നത്തെ ഒഡീഷയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധാർഹമാണ്. കന്യാസ്ത്രീകൾ മാത്രമല്ല, ഭരണഘടനയും കൽത്തുറങ്കിലാണ്. പാലാ രൂപതാ പ്രതിനിധികളും ഫാദർ ലിജോയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. മീഡിയ വൺ, കോട്ടയം, തൃശൂർ.